candlesticks. So what exactly is candlesticks? So in class I candlesticks class. So guys, candlesticks is basically a form of chart where we get a lot of insight. This is insight. So this insights and the candlestick chart and only a pattern and a period to the end of Sambo and don't I in it. നമുക്ക് പിടിയിട്ട് തരിക. പക്ഷെ നമ്മളിത് പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഗ്രാഫ്, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലൈൻ ഗ്രാഫ് കണ്ടു. ലൈൻ ചാർട്ട് തീർച്ചയായിട്ടും നല്ലതാണ്, പക്ഷെ ഒറ്റ നോട്ടത്തിൽ ഒത്തിരി ഇൻഫോർമേഷൻ കിട്ടുന്ന സംഭവമാണ് ഈ ക്യാൻഡിൽസ്റ്റിക് ചാർട്ട്. ഓക്കെ, അത് നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതിന് ആദ്യം ഞാൻ ജസ്റ്റ് ക്യാൻഡിൽസ്റ്റിക് ചാർട്ടിൻ്റെ ഒരു ഇമേജ് എടുക്കാം, ഒരു സൂംഡ് ഇൻ ഇമേജ് ഗൂഗിളിൽ ഞാൻ എടുക്കാം. ഓക്കെ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, അയ്യോ സെർച്ച് ടേം മാറിപ്പോയി. ക്യാൻഡിൽസ്റ്റിക് ചാർട്ട്. ഓക്കെ, സോ ഞാനൊരു നല്ലൊരു പിക്ചർ നോക്കട്ടെ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റണേ. 1 second. Yeah, this is a good image. So let's check it out. Okay, this is another image. Candlestick chart is another image. So guys, candlestick chart is basically we will candlestick charts. First, volatility. Volatile stock. So what is volatility? Volatility it is the range in which the stock is trading. Either if a stock stock 8% up 8% down, that stock is highly volatile stock. Similarly, the stock if you 0.1% and 0.1% up 0.1% down, then that stock is not volatile, very low volatility. Similarly, indexes are highly volatile. Nifty highly volatile, Sensex is highly volatile today. Volatility circuit breakers trading volatility trading stock market circuit breaking 10% up or down circuit break stock market stock in trading Nifty മൊത്തത്തില് 10% അല്ലെങ്കിൽ നിഫ്റ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ അറിയാൻ വേണ്ട ആൾക്കാർക്ക് നിഫ്റ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കൺട്രിയുടെ ടോപ്പ് സ്റ്റോക്സ് എടുത്തിട്ട് അതിന്റെ ഒരു ആവറേജ് ഇൻഡെക്സ് ആണ് നിഫ്റ്റി. അപ്പം അത് നിഫ്റ്റിയുടെ മൂവ്മെന്റ് അനുസരിച്ച് നമ്മുടെ കൺട്രിയുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവും. കാരണം കൺട്രിയുടെ ഏറ്റവും ടോപ്പ് ട്രേഡിംഗ് ഉള്ള സ്റ്റോക്സ് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യണേ, തീർച്ചയായിട്ടും കൺട്രിയുടെ ടോപ്പ് ട്രേഡിംഗ് സ്റ്റോക്സ് ഏത് ഡയറക്ഷനിലാണ് നീങ്ങണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചായിരിക്കും കൺട്രിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് നീങ്ങണം. അതുകൊണ്ടാണ് നിഫ്റ്റി എപ്പോഴും എക്കണോമിക് ഹെൽത്തിന്റെ ഒരു മെട്രിക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് നിഫ്റ്റി വളരെ ഹെൽത്തി ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയായിട്ട് മൂവ് ചെയ്യുന്നതെന്ന് ചിലർ പറയില്ല. ഇപ്പൊ നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ കുറെ പേര് അങ്ങനെ പറഞ്ഞു. തുടക്കത്തില് നരേന്ദ്രമോദി സർക്കാർ ഫസ്റ്റ് വന്നപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് വളരെയധികം കൂടി. അപ്പം ആൾക്കാർ എപ്പോഴും പറയാറുണ്ടായിരുന്നു നിഫ്റ്റി ഇത്ര കയറി, അതുകൊണ്ട് കൺട്രി പ്രോസ്പെറസ് ആണ്. ഇപ്പം ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ടേം വന്നപ്പോൾ ട്രില്യൻസ് ഓഫ് ഡോളേഴ്സ്, അതായത് ട്രില്യൻസ് എന്ന് പറഞ്ഞാൽ 1000 ബില്യൺ ക്രോസ് ചെയ്യുമ്പോഴാണ് ഒരു ട്രില്യൺ ആവുന്നത്. അപ്പൊ 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 7000 കോടിയാ. അപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് 1 ബില്യൺ എന്ന് പറയുന്നത് 7000 കോടിയാ. അപ്പം 1000 ബില്യൺ ആണ് 1 ട്രില്യൺ. അപ്പൊ 1 ട്രില്യണിനാണ് കൂടുതൽ സ്റ്റോക്സ് നിഫ്റ്റിയുടെ വാല്യൂ ഇറോഷൻ നടന്നിട്ടുണ്ട്. അപ്പം അതും ഒരു സൈഡാണ്. അപ്പൊ വാല്യൂ ഇറോഷൻ നടക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, എക്കോണമി ഡൗൺ ആണെന്ന് പറയും അല്ലെ. അപ്പൊ നിഫ്റ്റിയാണ് ബേസിക്കലി അത്. അപ്പൊ നിഫ്റ്റിക്ക് വോളറ്റിലിറ്റി കൂടുകയാണെങ്കിൽ 10% അപ്പ് ആൻഡ് ഡൗൺ നിഫ്റ്റിയുടെ വോളറ്റിലിറ്റി മാറുകയാണെങ്കിൽ ഇമീഡിയറ്റ്ലി സർക്യൂട്ട് ബ്രേക്കേഴ്സ് ചാർജ് ആവും. സർക്യൂട്ട് ബ്രേക്കേഴ്സ് ചാർജ് ആവുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് നിൽക്കും. ഓക്കെ, സോ ഇതിനകത്താണ് നമുക്ക് കാണാം, നമുക്ക് ക്യാൻഡിൽസ്റ്റിക് ചാർട്ട്സ് കാണാം എല്ലാം ട്രേഡിങ്ങിന്റെ. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഏകദേശം ടച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾ എല്ലാവരും moneycontrol.com ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതിനകത്ത് ഓരോന്ന് ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ബേസിക് വോള്യൂം കാണാൻ പറ്റും. അപ്പൊ ഇവിടെയാണ് വോള്യൂം വരുന്നത്. ഇത് കണ്ടോ, ഇതാണ് വോള്യൂം സെക്ഷൻ. അപ്പം നമ്മൾ വോള്യൂം എത്ര ട്രേഡായി, അതായത് ഇൻഫോസിസ്, ഇതിപ്പോ ഞാൻ പിന്നെയും ഇൻഫോസിസിന്റെ എക്സാമ്പിൾ എടുത്തിരിക്കണേ. അപ്പൊ ഇൻഫോസിസിന്റെ സ്റ്റോക്ക് ആ ദിവസം എത്ര വോള്യൂംസ് ട്രേഡായി, എത്ര സാധനം ബൈയും സെല്ലിങ് നടത്തിയെന്നാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇത് നമ്മുടെ പ്രൈസ് ഇൻഡെക്സ് ആണ്. ആസ് ഓൾവേസ് ദിസ് ഇസ് അവർ പ്രൈസ് ഇൻഡെക്സ്. സോ നൗ വി ക്യാൻ സി, അതായത് ഓരോ ദിവസം ഇവിടെ നമുക്ക് ഡേറ്റ്സ് ഉണ്ടാവും. ഡേറ്റ് ഇവിടെ കാണുന്നത്, ഒരു ദിവസത്തെ ഡേറ്റുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഒരു ഫാക്ടറാണ് ട്രേഡിങ്ങിനകത്ത് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്, ഓപ്പണിംഗ്
ഡേയ്സ് ഹൈ, ഡേ ലോ, ക്ലോസിംഗ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡിങ്ങിനെ സംബന്ധിച്ച്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡിങ്ങിനെ സംബന്ധിച്ച്. ബേസിക്കലി നമ്മളൊരു സ്റ്റോക്ക് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യണത് നമ്മൾ ബേസിക് അടിസ്ഥാനം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒന്ന് വോള്യൂം നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യണം, രണ്ടാമത്തത് ഈ ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്, ഈ 4 ഫാക്ടേഴ്സ് നോക്കി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ബേസിക്സ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം, ഇപ്പം ഞാൻ നിങ്ങൾ ക്ലാസ് തുടങ്ങിയാറുണ്ട്, ആദ്യം നിങ്ങൾ ഇത് പഠിപ്പിക്കുന്നത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്സ് ആണ് ഈ സംഭവങ്ങൾ. അപ്പൊ നമ്മള് ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് കാൻഡിൽ സ്റ്റിക് ചാർട്ട് നോക്കിയിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഫാക്ടേഴ്സ് പെട്ടെന്ന് മനസ്സിലാവണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ കാൻഡിൽ സ്റ്റിക് ചാർട്ട് എങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോറി ഗൈസ്, ജസ്റ്റ് 1 സെക്കൻഡ്. എനിക്ക് ഇമേജ് മാത്രം കിട്ടിയാൽ മതി. ജസ്റ്റ് 1 മിനിറ്റ്. ഓക്കെ, ഞാൻ ഈ ഇമേജ് എടുക്കാം. ഓക്കെ, ഈ ഇമേജ് എടുക്കാമേ. ദിസ് ഇസ് എ ഗുഡ് ഇമേജ് ഓഫ് എ കാൻഡിൽ സ്റ്റിക് ചാർട്ട്. ഓക്കെ, ഇനി ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറയാം, നിങ്ങളൊന്ന് എഴുതിയെടുത്തേക്ക്. കാൻഡിൽ സ്റ്റിക് ചാർട്ടിന്റെ കളർ വരുന്നത് ആ ദിവസത്തിന്റെ സ്റ്റോക്കിന്റെ പെർഫോമൻസ് ക്ലോസിംഗ് ഹൈ ആണോ ലോ ആണോ അനുസരിച്ച്. അതിപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാമേ. അതായത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ, അതായത് ഇതിനകത്ത് ഇതൊരു ബേസിക്കലി നമുക്ക്